എല്ലാവരും ഇങ്ങോട്ട് നോക്കി. എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? എടുത്തു ചാടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എടുത്തിയാടിയൊന്നുമല്ല. ഒന്നും പേടിക്കണ്ട, സംഗതി എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. +1 കഴിഞ്ഞു എന്ന് പറയുന്നപ്പോ ആൾക്കാർ ചോദിക്കുന്നു അണ്ടർ ഏജ് അല്ലേ, അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. 18 വയസ്സായി. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. എത്ര നാളെ നിങ്ങളുടെ ലവ് സ്റ്റോറി? അപ്പോ 3 വർഷം. 3 വർഷം എന്ന് പറയുമ്പോൾ 15 yearsൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ആവറേജ് ഒരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു 18 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 18-19 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. എങ്ങനെയാ ഫസ്റ്റ് തൊട്ടൊന്ന് പറയോ ലവ് സ്റ്റോറി? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ഒരു കല്യാണത്തിന് വെച്ച് ഞാൻ പിന്നെ കാണുന്നത്. കല്യാണത്തിന് വെച്ച് കണ്ടപ്പം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടാ എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇവന്റെ ഒരു ദിവസം കാണാൻ വന്നപ്പം യെസ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ എനിക്ക് ഇഷ്ടമാണ്. ഒരുങ്ങിയിറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലും മമ്മൂട്ടിയെന്ന് ആരും പറയൂ. ഏറെക്കുറെ അങ്ങനെ യെസ് പറഞ്ഞു. എത്ര നാളെടുത്തു യെസ് പറയാൻ? 5 ദിവസം. എന്ത് കണ്ടിട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഹൈറ്റ് ഒക്കെ വേണമെന്നുണ്ടായിരുന്നു. എന്നാ ഞാനൊരു സത്യം പറയാം, ഇച്ചിരി ഫ്രീക്കനാണ്, ഇച്ചിരി മണ്ടനാണ്. പക്ഷെ ഇത് 2 ഡാർക്ക് കൊടുത്താൽ മാറുന്നേ ഉള്ളൂ. എനിക്ക് എന്താ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെ? ഇഷ്ടം കാണാനൊക്കെ കൊള്ളപ്പം ഒരിഷ്ടം തോന്നത്തില്ലോ. ആ ഒരു ഇഷ്ടം കാണാൻ കൊള്ളാവുന്നോണ്ടാണോ ഇഷ്ടമായേ? ആ നരസിംഹം നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിച്ചു. അതിൽ കൂടുതലൊന്നും ചെയ്തില്ല. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. അപ്പൊ അതൊന്ന് വീട്ടിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഞാനങ്ങ് സമ്മതിച്ചു എനിക്ക് അവനെ ഇഷ്ടമാന്ന് പറഞ്ഞു. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണിയില്ല, നിനക്കെന്ന് സദ്യ കൊണ്ട് കഴിയുകയും ചെയ്യും.